ആപ്പിൾ ഐഫോൺ നമുക്ക് പ്രിയപ്പെട്ടതാണ്. സ്റ്റീവ് ജോബ്സ് എന്ന പ്രതിഭാശാലി ലോകത്തിന് സമ്മാനമായി നൽകിയ ആപ്പിൾ കമ്പനി ഇന്ത്യക്കാരായ നമുക്ക് മറ്റൊരു വലിയ സന്തോഷം നൽകുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ നേരിട്ട് 1.5 ലക്ഷം പേർക്കും പരോക്ഷമായി 3 ലക്ഷം പേർക്കുമാണ് ജോലി നൽകുന്നത്. ഇതെല്ലാം സംഭവിച്ചത് ഇന്ത്യയുടെ വ്യാവസായിക സാങ്കേതിക രംഗത്തെ വളർച്ചയും ചൈനയിൽ നിന്ന് കളം മാറ്റാനുള്ള ആപ്പിളിന്റെ തീരുമാനവുമാണ്. പുതിയൊരു ചുവടുകൂടി വെക്കുകയാണ് ആപ്പിൾ INC. ചൈനയിലെ സപ്ലൈ ചെയിനുകളുടെ പാതിയും ഇന്ത്യയിലേക്ക് മാറ്റുന്നു. ഇതോടെ വലിയൊരു വിപ്ലവമാണ് ഇന്ത്യയിൽ ആപ്പിൾ നടത്തുക. 5 ലക്ഷം പേർക്കാണ് ഇതുവഴി ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാതാക്കൾ നേരിട്ട് ജോലി നൽകുക. കുറച്ചു വർഷങ്ങളായി ആപ്പിളിന്റെ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷൻ ഹബ്ബായി ഇന്ത്യയെ മാറ്റിയിട്ട്. അതിനു മുമ്പ് വരെ ചൈനയിലായിരുന്നു ഐഫോൺ അടക്കമുള്ളവ നിർമ്മിച്ചിരുന്നത്. ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ തീരുമാനിച്ചതോടെ ആപ്പിളും പുതിയ നേട്ടങ്ങളുണ്ടാക്കി. 3 വർഷം കൊണ്ട് നിലവിൽ ചൈനയിലുള്ള സപ്ലൈ ചെയിനുകളുടെ പകുതിയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ആപ്പിളിന്റെ ഇപ്പോഴത്തെ പദ്ധതി. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്ലൂ കോളർ ജോലികൾ സൃഷ്ടിച്ചിരിക്കുന്ന വലിയ കമ്പനികളിലൊന്ന് ആപ്പിൾ ആണ്. 1.5 ലക്ഷം പേർ. സപ്ലൈ ചെയിനുകളിൽ കൂടി ഇന്ത്യക്കാർക്ക് പങ്കാളിത്തം നൽകുന്നതോടെ എന്തായിരിക്കും ഇന്ത്യക്കാർക്ക് ആപ്പിൾ നൽകുന്ന സന്തോഷമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നത് തന്നെയാണ് ഈ മാറ്റങ്ങളിലൂടെയെല്ലാം ലക്ഷ്യമിടുന്നത്. ചൈന +1 പോളിസി എന്ന ഈ വ്യവസായ തന്ത്രത്തിലൂടെ ഇന്ത്യൻ കോമ്പണന്റുകളെയും അവയുടെ വിതരണക്കാരെയും പൂർണ്ണ വിശ്വാസത്തിലെടുക്കുകയാണ് ആപ്പിൾ INC. ഓരോ രാജ്യങ്ങളിലും ആപ്പിളിനുള്ള പ്രാദേശിക പങ്കാളിത്തം നോക്കിയാൽ ഇപ്പോഴും ചൈന തന്നെയാണ് മുന്നിൽ, 28%. ഇന്ത്യയിലെ മൂല്യവർദ്ധിത പങ്കാളിത്തം എന്നത് 11 മുതൽ 12% വരെ മാത്രമാണ്. ഇത് പുതിയ തന്ത്രങ്ങളിലൂടെ 15 മുതൽ 18% വരെയായി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിലും പ്രാദേശിക വിപണനത്തിലും ഈ മാറ്റം വലിയ കുതിപ്പ് നൽകും. ആപ്പിളിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഹബ്ബായി ഇന്ത്യ മാറും. അത് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ടു സിലിക്കൺ രൂപകൽപ്പനയിൽ എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരീക്ഷകർ വിലയിരുത്തുന്നത്. ടാറ്റ ഇലക്ട്രോണിക്സ്, സാൽകോം ടെക്നോളജീസ്, ഫോക്സ് ലിങ്ക്, സൺവോഡ എന്നിവയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആപ്പിളിന്റെ പ്രധാന സപ്ലയർമാർ. ആപ്പിളിനായി നിർമ്മാണ ഘടകങ്ങൾ നിർമ്മിച്ചു നൽകിയതിലൂടെ ഈ കമ്പനികൾ ഇന്ത്യയിലെ മികച്ച തൊഴിൽ ദാതാക്കളായി മാറുകയായിരുന്നു. ഇവർ വഴി 1.5 ലക്ഷം നേരിട്ടുള്ള ജോലികളും 3 ലക്ഷത്തോളം പരോക്ഷ ജോലികളും സൃഷ്ടിക്കപ്പെട്ടു. ഇതിനു പുറമെ നേരത്തെ പറഞ്ഞ കമ്പനികൾ നൽകുന്ന ഉപകരണങ്ങളും ഘടകങ്ങളും ഉപയോഗിച്ച് ഐഫോൺ നിർമ്മിക്കുന്ന ഫോക്സ്കോൺ, വിസ്ട്രോൺ, പെഗാട്രോൺ കമ്പനികളിലൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ജോലിയുടെ കണക്ക് ഇതിനെല്ലാം പുറമെയാണ്. ഈ കമ്പനികളുടെ പ്ലാന്റുകളിലൂടെ കഴിഞ്ഞ വർഷം 77,000 പേർക്കുള്ള തൊഴിലുകളാണ് സൃഷ്ടിച്ചത്. തിരക്കേറിയ പ്രൊഡക്ഷൻ സമയങ്ങളിലാകട്ടെ 10,000-ഓളം പേരെ അധികമായും ജോലിക്കെടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോൺ നിർമ്മാണം ഓരോ വർഷവും വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം 1 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ഐഫോണുകളാണ് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചത്. ഇന്ത്യ ഐഫോണുകളുടെ പ്രധാന മാർക്കറ്റാണ്. ഇന്ത്യയിലേക്കുള്ള ഐഫോണുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ് ആപ്പിളിന് എന്തുകൊണ്ടും നല്ലത്. അതുകൂടാതെ മികച്ച സംവിധാനങ്ങളും തൊഴിലാളികളും എല്ലാം കൂടി ആയതോടെ ലോകത്തിനുള്ള ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ വലിയ പങ്കും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള കളമാണ് ഒരുങ്ങുന്നത്. എന്തുകൊണ്ടും ലോക വ്യാവസായിക രംഗത്ത് ഇന്ത്യക്ക് തിളക്കം നൽകുന്ന കാര്യം തന്നെയാകും ഇത്.